ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഏകദേശം 2 വർഷം മുന്നേ പറയുകയാണെങ്കിൽ മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഉറപ്പായിട്ടും പിടിക്കാൻ വേണ്ടി വരുന്നൊരു വണ്ടിയായിരിക്കും. ബാക്കി നമ്മുടെ ഇപ്പോൾ ടാറ്റ ആയിക്കോട്ടെ, മഹീന്ദ്ര ആയിക്കോട്ടെ, മഹീന്ദ്ര പിന്നെ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടേ ഉള്ളൂ ഇലക്ട്രിക് വാഹനങ്ങൾ സ്പേസിൽ അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ട്. പക്ഷേ ടാറ്റ ഇപ്പോൾ കുറച്ച് കാലമായി, 2020 അവർ നെക്സോൺ EV ഇറക്കിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനി ടാറ്റ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഇലക്ട്രിക് വാഹനം MGയുടെ വിൻസർ EV ആണ്. പക്ഷെ എന്നാലും ടോട്ടൽ സെയിൽസിൽ ടാറ്റയ്ക്ക് കുറച്ച് കൂടുതൽ വണ്ടികളുള്ളതുകൊണ്ട് തന്നെ അവരാണ് മുന്നിൽ നിൽക്കുന്നത്. സോ അത് കടത്തി വെട്ടാനായിരിക്കും മാരുതി എപ്പോഴും അവരുടെ വണ്ടി പുതിയതായിട്ട് ഇലക്ട്രിക് കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത് എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ എന്തിനാണ് ഈ വണ്ടിക്ക് വേണ്ടി പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഓൾറെഡി നമുക്കറിയാം ഏതാണ് വണ്ടി എന്ന്, അതുപോലെ എന്താണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വണ്ടി ഡെഫിനറ്റ്ലി ഈ വിറ്റാരയാണ്. അവർ കഴിഞ്ഞ വർഷം തന്നെ ഈ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. UK ഈ വണ്ടി അവർ ഒറിജിനലി ലോഞ്ചും ചെയ്തിട്ടുണ്ട്. അവിടെ പ്രൈസൊക്കെ വന്ന് വണ്ടി അവർ സെല് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പക്ഷേ കഴിഞ്ഞ വർഷം ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും അവർ ഈ വണ്ടി ഒന്നുകൂടെ റിവീൽ ചെയ്തായിരുന്നു. 2025 ഭാരത് മൊബിലിറ്റി ഷോയിൽ ഒന്ന് കാണിച്ചതാണ്. അത് കാണിച്ചതിൻ്റെ പുറമെ തന്നെ അവർ പിന്നെ നമുക്കിപ്പോൾ യൂറോപ്പിലൊക്കെ വണ്ടി എങ്ങനെയാണെന്ന് അറിയാം, ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും അവർക്ക് തോന്നി നമുക്ക് ഡിസംബറിൽ ചുമ്മാ ഒന്നുകൂടെ കാണിക്കാമെന്ന്. നമ്മളൊക്കെ വിചാരിച്ചത് ഡിസംബർ 2 എന്തോ ആയിരുന്നു. ആ സമയത്ത് തന്നെ പ്രൈസൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അനാലിസിസ് ആയിരിക്കും അവർ തരുന്നതാണ്. പക്ഷെ ഒന്നുമില്ലായിരുന്നു. വീണ്ടും വണ്ടി ജസ്റ്റ് കാണിച്ചു, പവർ ടൺ ഓപ്ഷൻസ് പറഞ്ഞു, ബാറ്ററി ഓപ്ഷൻസ് പറഞ്ഞു, അതൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ വഴിക്കങ്ങ് പോയി. എന്നിട്ട് ഈ വർഷം വണ്ടി ലോഞ്ച് ചെയ്യും എന്നും കൂടെ പറഞ്ഞു. അതുപോലെ കുറേ മറ്റേ ബാറ്ററി, അതായത് ചാർജിങ് സ്റ്റേഷൻസ്, അതിൻ്റെ ഒരു വൈറ്റ് നെറ്റ്വർക്ക് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഹബ്ബ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് അവരുടെ ഒരു പ്രസൻറ്റേഷൻ പോയിരുന്നത്. സാധാരണ കമ്പനികളെല്ലാം വണ്ടിയെ പറ്റിയാണ് പറയുന്നത്. ഇവർ വണ്ടിയെ പറ്റി 5 മിനിറ്റ് സംസാരിച്ചിട്ട് ബാക്കിയെല്ലാം മറ്റേ നെറ്റ്വർക്കിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. ഈ വണ്ടിയുടെ ഒഫീഷ്യൽ പ്രൈസ് ഓർ ലീക്കായി വന്ന പ്രൈസ്, ആക്ച്വലി പ്രൈസ് ലീക്കായിട്ടുണ്ട്. നെക്സയുടെ വെബ്സൈറ്റ് വഴിയാണ് ആദ്യം ലീക്കായത്. പിന്നെ ചില ഇവരുടെ അതായത് ഓതറൈസ്ഡ് ഡീലർഷിപ്പിൻ്റെ നെറ്റ്വർക്ക് വെബ്സൈറ്റിലും ഇതിൻ്റെ പ്രൈസ് ലീക്കായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന നെക്സ വഴി ലീക്കായിരിക്കുന്ന പ്രൈസാണ്. ആൻഡ് 24.79 lakhs ആണ് ഈ വാഹനത്തിൻ്റെ ആൽഫ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. ഇത് ഒഫീഷ്യൽ പ്രൈസ് അല്ല. സുസുക്കി ഇതുവരെ ഒഫീഷ്യലായിട്ട് ഇതാണ് ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് വളരെ കൂടുതലാണ്. ഏകദേശം ഒരു ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഒരു കാറ്റഗറിയിലോട്ടാണ് ഈ വണ്ടി പോകുന്നത്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ക്രെറ്റ ഓൾറെഡി ഹ്യുണ്ടായി ഇറക്കിയിട്ട് അവർ ആവശ്യത്തിന് വിൽക്കുന്നുണ്ട്. ഒരു 10-300 വണ്ടികളിലൊക്കെ അടുത്തൊക്കെയാണ് ഒരു മാസം വിൽക്കുന്നത്. അതത്ര ഗംഭീര സെയിൽസ് അല്ല കൺസിഡറിങ് ക്രെറ്റ എന്തൊക്കെയാണ് നോർമൽ കാറ്റഗറിയിൽ ഒരു മാസം വിൽക്കുന്നത് നോക്കാം. കാരണം 17,000 മുകളിൽ നോർമൽ ഡീസലും പെട്രോളും ക്രെറ്റ അവർ വിൽക്കുന്നുണ്ട്. സോ ഇലക്ട്രിക്കിന് 300-400 എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള നമ്പേഴ്സാണ്. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേറെ അതായത് ഡീസൽ പെട്രോൾ കൗണ്ടർ പാർട്ടൊന്നുമില്ല. ഒരു ഡെഡിക്കേറ്റഡ് സ്കെയിൽ ബോഡി EV ആർക്കിടെക്ചറിൽ വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഇലക്ട്രിക് മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അവർ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല പണി കിട്ടും. ഇപ്പോൾ ആൽഫ മോഡൽ 24.79 lakhs എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേറെ ഒരുപാട് വാഹനങ്ങൾ ആ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നുണ്ട്. മഹീന്ദ്രയുടെ B6 ആയിക്കോട്ടെ, XEV9 ആയിക്കോട്ടെ, പിന്നെ അടുത്ത് വന്ന XEV9S ആയിക്കോട്ടെ, അതുപോലെ ടാറ്റയുടെ ആണെങ്കിൽ ഹാരിയർ EV കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം വൈകാതെ Sierra EV വരും. പിന്നെ ഓൾറെഡി നെക്സോൺ EV, കർവ് EV ഒരുപാട് വണ്ടികളുണ്ട്. നെക്സോൺ EV അത്രയും കൊടുക്കണ്ട. കർവ് EV ആണ് ഏകദേശം ആ ഒരു പ്രൈസിൽ വരുന്നത്. പക്ഷേ അതിനും ആക്ച്വലി അത്രയും കൊടുക്കണ്ട. 22-23 lakhs വരെയൊക്കെ അതും പോകുന്നുള്ളൂ. ഓൺ റോഡ് എനിക്കൊന്ന് മാക്സിമം 26 ഒക്കെ വരെയാണ് കർവ് EVയും പോകുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ വണ്ടിക്ക് ഓൺ റോഡ് ഒരു 28-29 അടുത്തൊക്കെ ആവും നമ്മുടെ കേരളത്തിൽ. ഇതാണ് എക്സ്ഷോറൂം പ്രൈസ് വരാൻ പോകുന്നതെങ്കിൽ. സോ ഇവർക്ക് മിക്കവാറും ഇവർ ഉദ്ദേശിക്കുന്ന ഇത് ബാറ്ററി ആസ് എ സർവീസ് അവർ 2025 ഡിസംബറിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ MG ആണ് ആ ഒരു പരിപാടി ആദ്യം കൊണ്ടുവന്നത്. ബാറ്ററി ജസ്റ്റ് റെൻ്റ് എടുക്കുന്ന പോലെ, റെൻ്റ് അല്ല, അത് ബാറ്ററിക്ക് വേറൊരു EMI പോലെ നമ്മൾ കൊടുക്കുന്നൊരു പരിപാടിയാണ്. അതായത് ജസ്റ്റ് വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ച് വെക്കണം, അത്രേ ഉള്ളൂ. ഇവർക്കിപ്പോൾ വേണമെങ്കിൽ ബാറ്ററി ആസ് എ സർവീസിനകത്ത് ഈ വണ്ടിയുടെ ബാറ്ററിയുടെ കോസ്റ്റ് 5 ലക്ഷം രൂപ മൈനസ് ചെയ്തിട്ട് ഒരു 15 lakhs വണ്ടിയുടെ ബേസ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 14.99 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊടുക്കാം. അതിനുവേണ്ടിയാണ് സത്യം പറഞ്ഞ കമ്പനികൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ MGയുടെ ഒക്കെ ആണെങ്കിലും ഡീലർഷിപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളും ബാറ്ററി സർവീസിനുണ്ടല്ലോ വണ്ടി എടുത്തായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. എല്ലാവരും ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് കണ്ടിട്ട് ഡീലർഷിപ്പിലേക്ക് വരും. എന്നിട്ട് നോർമൽ വണ്ടിയോ ഇത് ഇങ്ങനെയാണോ എന്നറിഞ്ഞാൽ അവർ വിചാരിക്കും എന്നാൽ പിന്നെ നമുക്ക് വണ്ടിയുടെ മൊത്തത്തിൽ ലോൺ എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ EMI കൊടുത്താൽ പോരെ, എന്തിനാണ് 2 സെപ്പറേറ്റ് EMI കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ പോകും. ഈ വണ്ടിയുടെ കേസിൽ ഏകദേശം അതൊക്കെ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് എത്ര വേരിയൻസ് ഉണ്ടെന്ന് അറിയില്ല. സീറ്റ് ആൽഫ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ താഴേക്ക് നോർമലി നെക്സാണെന്ന് പറഞ്ഞാൽ നെക്സ എന്ന് പറഞ്ഞാൽ സിഗ്മ ഡെൽറ്റ സീറ്റ് ആൽഫ ഈ 4 വേരിയൻസ് ആണ് അവർ കൊടുക്കാറ്. ഈ വണ്ടിയുടെ കാര്യത്തിൽ എന്തോരം വേരിയൻസ് ഉണ്ടാവും എന്നുള്ളത് സുസുക്കി ഇതൊരു ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല.
പക്ഷേ ZTM ആൽഫയും ആണുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്ക് ഈ വണ്ടി കോമ്പറ്റേറ്റീവ്ലി പ്രൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ ഒരു സിഗ്മ കൊടുത്താൽ തന്നെ അതൊരു 15 ലാക്സിൻ്റെ അകത്ത് ബാറ്ററി ആസ് എ സർവീസിൽ ഇറക്കിയാലും 18 to 19 ലാക്സ് എങ്ങനെയായാലും അതിൻ്റെ ബേസ് മോഡലിന് ശരിക്കുള്ള എക്സ്ഷോറൂം പ്രൈസ് വരും. ആ പ്രൈസിൽ ഇത് വിൽക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്പെക്ക് ആണെങ്കിലും അങ്ങനെ ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒന്നും അവർ കൊടുത്തിട്ടില്ല. ബാറ്ററി പാക്കൊക്കെ വളരെ നോർമൽ 49 kWh 61 kWh ആണ് വരുന്നത്. പിന്നെ ആകെപ്പാടെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഈ പ്രൈസിൽ കിട്ടുന്ന. ഒട്ടുമിക്ക എല്ലാ വണ്ടികളും നമുക്കിപ്പോൾ റിയർ വീൽ ഡ്രൈവ് ആണ് കിട്ടുന്നത്. ടാറ്റയുടെ ആയിക്കോട്ടെ മഹീന്ദ്രയുടെ ആയിക്കോട്ടെ. ടാറ്റയുടെ കർവ് EV അല്ല, പക്ഷേ ഹാരിയർ EV റിയർ വീൽ ഡ്രൈവ് ആണ്. ഇനി വരുന്ന സിയറ EV റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. ഈ വണ്ടി പക്ഷേ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. പിന്നെ പറഞ്ഞു വരുമ്പോൾ വലിയ പവറൊന്നും ഇല്ല. 144 PS പവറും ബേസിക് വേരിയൻറ്റിൽ 49 kWh 61 kWh ആണെങ്കിൽ നമുക്ക് 172 PS ആ ഒരു റേഞ്ചിലാണ് പവർ ഫിഗേഴ്സ് വരുന്നത്. അങ്ങനെ നോക്കുമ്പം ഭയങ്കര എടുത്തിട്ടടിക്കുന്ന ആക്സലറേഷനും ഇല്ല. റേഞ്ച് ആണെങ്കിലും 540 കിലോമീറ്റേഴ്സിനടുത്താണ് MIDC റേഞ്ച് വരുന്നത്, ക്ലെയിംഡ് റേഞ്ച് കേട്ടോ. അതും 61 kWh മോഡലിൻ്റെ. അതായത് റിയൽ ലൈഫ് ഒരു 400 കിലോമീറ്റേഴ്സിൻ്റെ ഒക്കെ അടുത്തായിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ച് മുകളിലായിട്ട് കിട്ടും. അതൊരു വളരെ നോർമൽ ആയിട്ടുള്ള സ്പെക്കാണ് ഈ വണ്ടിയുടെ. പിന്നെ ഇത് വണ്ടിയെ പറ്റി അല്ലാതെ ചാർജിങ് പോയിന്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് ജസ്റ്റ് പറയാം. ഇപ്പോൾ 2000 ചാർജിങ് പോയിന്റ്സ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് 1100 സിറ്റീസിന് മുകളിലായിട്ട്. 2030 ആകുമ്പോഴേക്കും 1,00,000 മുകളിൽ ചാർജിങ് സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യും എന്നാണ് സുസുക്കി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആദ്യത്തെ വണ്ടി ഇറക്കുമ്പോൾ അതെങ്കിലും കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് ഇറക്കാമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും അവർ ഇത്രയും കാലം പ്രൈസ് പറയാണ്ട് ഇങ്ങനെ ഇരുന്നത്. ശരിക്കും കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട വണ്ടിയായിരുന്നു, അതായത് ലോഞ്ച് ചെയ്ത് ഡെലിവറി കൊടുത്ത് തുടങ്ങേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2026 നമുക്ക് ഇപ്പോഴും ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് പോലും അറിയില്ല. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്ട്സ് ആണ്, തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ. പിന്നെ ബൈ ദ വേ, ഈ വണ്ടിക്ക് പുറത്തൊരു ഓൾ വീൽ ഡ്രൈവ് മോഡൽ വരുന്നുണ്ട്. നമുക്കത് ഇന്ത്യയിൽ കിട്ടുന്നില്ല. 300 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും 180 PS അടുത്ത് പവറുമാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് ഇവല്ലയിലും വരുന്നില്ല. അതുപോലെ തന്നെ EV ടയറിലും ഇവിടെ അവർ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്.